ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇന്നലെ വിധിയെഴുതിയപ്പോൾ കാസർഗോഡ് കല്യോട്ടെ ഓരോ അമ്മമാരും കരഞ്ഞുകൊണ്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. തങ്ങളുടെ കുഞ്ഞുമക്കളെ കൊന്നുതള്ളിയ കൊലയാളി പാർട്ടിക്ക് വോട്ട് ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിലെ ഓരോ സമ്മതിദായകരും. കാസർഗോഡ് കനത്ത പോളിംഗ് ആണ് ഇന്നലെ നടന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെടുന്ന കല്യോട്ട് ഗവൺമെന്റ് സ്കൂളിലെ 162, 163, 165 ബൂത്തുകളിൽ കനത്ത പോളിംഗ് ആയിരുന്നു. 84% പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ തവണ 79% പോളിംഗ്. ഇത്തവണ വോട്ട് ചെയ്യാൻ സ്ത്രീകളുടെ നീണ്ട നിരയായിരുന്നു. 3 ബൂത്തുകളിലും പോളിംഗ് സമാധാനപരമായി നീങ്ങി. ഇവിടെ പോലീസ് കാവലും ഉണ്ടായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറു കാരണം 3/4 മണിക്കൂറോളം പോളിംഗ് വൈകിയിരുന്നെങ്കിലും പിന്നീട് പുതിയ പോളിംഗ് മെഷീൻ എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ശരത് ലാലിന്റെ കുടുംബം 163 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. എന്നാൽ കൃപേഷിന്റെ കുടുംബത്തിന് സ്വന്തമായി പഞ്ചായത്ത് രേഖയിൽ വീടില്ലാത്തതിനാൽ ഇവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അക്രമ രാഷ്ട്രീയമാണ് ഇത്തവണ UDF പ്രചരണ വിഷയമാക്കിയത്. കൃപേഷിന്റെയും ശരത്തിന്റെയും കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയും വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു. കുട്ടൻ പ്രദീപ് എന്ന വ്യക്തിയാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. എന്നാൽ പോലീസ് എത്തുമ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടുവെന്നും അറിയാൻ കഴിയുന്നു. എന്നാൽ പ്രതിയെന്ന് സംശയിക്കുന്ന ശാസ്ത ഗംഗാധരൻ വോട്ട് ചെയ്ത് മടങ്ങിയതായും വിവരമുണ്ട്. ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് കാസർഗോഡ് നടക്കുന്നത്. UDFന്റെ രാജ്മോഹൻ ഉണ്ണിത്താനിലാണ് പ്രതീക്ഷ. അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ ഉണ്ണിത്താൻ വിജയിക്കണമെന്നാണ് കല്യോട്ടെ ഓരോ അമ്മമാരും പറയുന്നത്. ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും 70% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 82.87% പോളിംഗ് നടന്ന കണ്ണൂരിലാണ് ഏറ്റവും അധികം. വടകര, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, ചാലക്കുടി, ആലത്തൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിലും 80% മുകളിൽ പോളിംഗ് നടന്നു. കേരളത്തിലാകെ 77.67% പോളിംഗ് ആണ് നടന്നത്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്. എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% കൂടുതലാണ്. അടുത്ത 5 വർഷം രാജ്യം ആര് ഭരിക്കുമെന്നറിയാനുള്ള ജനാധിപത്യ പ്രക്രിയയിൽ കേരള ജനത തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിച്ചു. ഇനി കാത്തിരിപ്പാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിനായി.